അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ, ഒരു 10 മാർക്കിന് ഒരു എസ് എ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിലൊരു 5 മാർക്കിന് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ പഠിച്ചു അല്ലേ. പിന്നെ ആ തിയറി പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് 5 മാർക്കിൻ്റെ തന്നെയാണ്. അത് പ്രൊവിഷനാണ്. എന്താ പ്രൊവിഷൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രൊവിഷൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പ്രൊവിഷൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രൊവിഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ലോസ് വരുന്നതിന് നമ്മൾ മുൻകൂട്ടി നീക്കി വെക്കുന്ന എമൗണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. റിസർവ് പോലെ, റിസർവ് എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലെ, ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ പ്രോഫിറ്റ് നിന്ന്, കമ്പനിയുടെ പ്രോഫിറ്റ് നിന്ന് ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പൈസയാണ് റിസർവ്. അതേപോലെ തന്നെയാണ് പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ന പർപ്പസിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ്. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുക. ബാഡ് ഡെപ്റ്റ് വരികയാണെങ്കിൽ, കിട്ടാക്കടം വരികയാണെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട്, ആ കടം നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റി വയ്ക്കും. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് പ്രൊവിഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോൾ ഈ കമ്പനികൾ, ഈ ബാങ്കിങ് കമ്പനിയിൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നറിയാം, ചില അസറ്റുകൾക്ക് ചിലപ്പോൾ എന്ത് വരാം, ലോസുകളൊക്കെ വരാം. അപ്പോൾ ഈ ലോസുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ മാറ്റി വെക്കണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ അല്ലേ? പ്രൊവിഷൻ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കണമെന്ന് എന്തുണ്ട്, അത് കമ്പൽസറിയാണ്, മാൻഡേറ്ററി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് അസറ്റിന് വേണ്ടിയിട്ട് കമ്പനികൾ മിനിമം എത്ര പെർസെൻറ്റേജ്, കമ്പനി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് കമ്പനീസ്, സ്റ്റാൻഡേർഡ് അസറ്റിന് വേണ്ടിയിട്ട് ബാങ്കിങ് കമ്പനി 0.40% പ്രൊവിഷൻ മിനിമം മാറ്റി വയ്ക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റിന് എത്ര പെർസെൻറ്റേജ് ആണ് മാറ്റി വയ്ക്കേണ്ട പ്രൊവിഷൻ? കാണാതെ പഠിക്കണം കേട്ടോ, ഇത് കാണാതെ പഠിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട പ്രൊവിഷന്റെ പെർസെൻറ്റേജ് എത്രയാ? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ 15% ആണ്. നോട്ട് ചെയ്യുക, 15%. എത്ര പെർസെൻറ്റേജ് ആണ്? 15%. ഇനി ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ, ഡൗട്ട്ഫുൾ അസറ്റിൽ തന്നെ 2 പോർഷൻ ഉണ്ട്, അൺസെക്യൂർഡ് ഉണ്ട്, സെക്യൂർഡ് ഉണ്ട്. അൺസെക്യൂർഡ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാറ്റി വയ്ക്കണം? ഫുൾ എമൗണ്ട് നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ശ്രദ്ധിക്കാൻ മക്കളെ, ഒരിക്കൽ കൂടി പറയാം. സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 0.40. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ, ഡൗട്ട്ഫുൾ അസറ്റിലെ അൺസെക്യൂർഡ് ആണെങ്കിൽ, പക്ഷെ സെക്യൂർഡിൽ തന്നെ ഒരു 3 കാറ്റഗറീസ് ഉണ്ട്. സെക്യൂർഡിൽ തന്നെ എത്ര കാറ്റഗറി ഉണ്ട്? അപ് ടു 1 ഇയർ, 1 വർഷം വരെയുള്ള സെക്യൂർഡ് ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ, അതായത് ആൾ സെക്യൂർഡ് ആയിട്ടുള്ള അസറ്റാണ്, അത് 1 വർഷത്തിനുള്ളിൽ അടയ്ക്കും എന്നൊക്കെ പറയുന്ന അസറ്റില്ലേ, അങ്ങനെയാണെങ്കിൽ, അതായത് 1 വർഷം വരെയുള്ള സെക്യൂർഡ് അസറ്റ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് പ്രൊവിഷൻ മാറ്റി വയ്ക്കേണ്ടത്? 25%. എത്ര പെർസെൻറ്റേജ് ആണ്? 1 വർഷം മുതൽ 3 വർഷം വരെയാണെങ്കിലോ, 1 to 3 years വരെയുള്ള സെക്യൂർഡ് ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിലോ 40%. മോർ ദാൻ 3 year ആണെങ്കിൽ 100%. ഓക്കെ അല്ലേ? അപ്പോൾ അൺസെക്യൂർഡും മോർ ദാനും എത്ര പെർസെൻറ്റേജാ? 100%. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ അല്ലെന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്വസ്റ്റ്യൻ പറയും കേട്ടോ. ഓക്കെ, അടുത്ത ലോസ് അസറ്റ്. അസറ്റിനുണ്ടാകുന്ന നഷ്ടമാണെങ്കിൽ നമ്മൾ 100% ആണ് പ്രൊവിഷൻ മാറ്റി വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഈ പെർസെൻറ്റേജ് കാണാതെ പഠിച്ചിട്ട് പോകണം കേട്ടോ, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞ്, സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജാ? 0.4%. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ, ഡൗട്ട്ഫുൾ അസറ്റിലെ അൺസെക്യൂർഡ് ആണെങ്കിൽ, സെക്യൂർഡ് അല്ല 3 കാറ്റഗറി ഉണ്ട്, അപ് ടു 1 year വരെയുള്ളത്. 1 to 3 year ആണെങ്കിൽ, മോർ ദാൻ 3 year ആണെങ്കിൽ, ലോസ് ഓഫ് അസറ്റ് ആണെങ്കിലോ? നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. കണ്ടോ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ.
പ്രൊവിഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ പ്രൊവിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് അസറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു 3 സീറോ ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ടാണ് പറഞ്ഞേക്കണം. അതാണ് 1000 ഒമിറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 80,000 അല്ല സ്റ്റാൻഡേർഡ് അസറ്റ്. പിന്നെയോ 80,000ൻ്റെ കൂടെ എന്തും കൂടി വരും? ഒരു 3 സീറോയും കൂടി വരും. മനസ്സിലായോ? ക്ലിയർ ആയോ? പക്ഷേ എല്ലാത്തിൻ്റെയും 3 സീറോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കൊടുത്തേക്കണേന്ന്. കുറച്ച് കാൽക്കുലേഷൻ എളുപ്പത്തിലാക്കാനാണ് അങ്ങനെ ചെയ്തേക്കണേ കേട്ടോ. മനസ്സിലായോ? ഇത് വെച്ച് ചെയ്താൽ മതി. 80,000 വെച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? എല്ലാത്തിൻ്റെയും ഒരു 3 സീറോ അവർ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൊടുത്താൽ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് അസറ്റ് ഇവിടെ എത്രയാ? അപ്പൊ അതിന് എത്ര ശതമാനം പ്രൊവിഷൻ മാറ്റി വയ്ക്കുക സ്റ്റാൻഡേർഡ് അസറ്റിന്റെ? 0.40. അപ്പൊ 80,000 ഇൻറ്റു 0.40 എന്ന് ചെയ്ത എല്ലാവരും 80,000 ഇൻറ്റു 0.40% എത്ര കിട്ടും? ചെയ്ത കാൽക്കുലേറ്ററിൽ 80,000 ഇൻറ്റു 0.40 ബൈ 100 ചെയ്യണ്ടേ? പെർസെൻറ്റേജ് ആയതുകൊണ്ട് അപ്പോൾ എത്ര കിട്ടും? 320. ക്ലിയർ ആയോ? പ്രൊവിഷൻ കിട്ടിയില്ലേ സ്റ്റാൻഡേർഡ് അസറ്റിന്റെ? ക്ലിയർ ആയോ? അടുത്തത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റിന്റെ എത്ര പെർസെൻറ്റേജാ പ്രൊവിഷൻ? 15%. സബ്സ്റ്റാൻഡേർഡ് 60,000 അല്ലേ? അപ്പോൾ 60,000ന്റെ 15% ചെയ്തേ. 60,000 ഇൻറ്റു 15/100 എത്രയാ? 9,000 കിട്ടി. അടുത്തത് നോക്കി. അടുത്ത് ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ ഡൗട്ട്ഫുള്ളിൽ സെക്യൂർഡ് ആണ് നമുക്ക് തന്നേക്കണം കേട്ടോ. 1 ഇയർ വരെയുള്ള സെക്യൂർഡ്. 1 ഇയർ വരെയുള്ള സെക്യൂർഡ് എങ്ങനെ വരിക? 1 വർഷം വരെയുള്ള സെക്യൂർഡ് എത്ര പെർസെൻറ്റേജ് ഓർമ്മയുണ്ടോ? അപ്പോൾ 24,000 ആണ്. അതിന് 25% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24,000 ഇൻറ്റു 25/100. യെസ്, എത്ര കിട്ടണേ? 6,000. അടുത്ത 2 to 3 ഇയർ, 2 മുതൽ 3 വർഷം വരെയുള്ള സെക്യൂർഡ് എത്ര വരിക? എത്ര പെർസെൻറ്റേജാ? 40%. അപ്പൊ 18,000 ഇൻറ്റു 40% എത്ര കാൽക്കുലേറ്റ് ചെയ്തേ? 7,200. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി 4 ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരും. 4 മോർ ദാൻ 3 ഇയർ, 3 വർഷത്തിൽ കൂടുതലുള്ള സെക്യൂർഡ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മോർ ദാൻ 3 ഇയർ പറഞ്ഞിട്ടില്ലേ? 9,000 പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? അതിനകത്ത് ഒരു എത്ര എമൗണ്ട് ഇവിടെ? ഒരു 3 സീറോ റുപ്പീസിൽ ഇവിടെ തന്നേക്കണം കേട്ടോ. അതിനകത്ത് ഒരു മോഡ്ഗേജ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞേക്കണ കണ്ടോ? നിങ്ങൾ കണ്ടോ? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 സീറോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ലക്ഷം വരും? 90 ലക്ഷം. ശരിയല്ലേ? അല്ലേ? ഫോർ മോർ ദാൻ 3 ഇയറിന്റെ എമൗണ്ട് ശരിക്കും എത്രയാണ് ആക്ച്വലി? 90 ലക്ഷം അല്ലേ? ഈ 90 ലക്ഷത്തിൽ 50 ലക്ഷം എന്താന്ന് പറയണേ? സെക്യൂർഡ് ആണ്. അപ്പോ ഈ 90 ലക്ഷത്തിൽ 50 ലക്ഷം സെക്യൂർഡ് ആണ് അല്ലേ? 40 ലക്ഷം എന്താ? അൺസെക്യൂർഡ് ആണ്. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? അൺസെക്യൂർഡ് ആണെങ്കിലും മോർ ദാൻ 3 ഇയറിൽ സെക്യൂർഡ് ആണെങ്കിലും എത്ര പെർസെൻറ്റേജാ പ്രൊവിഷൻ? 100%. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്നില്ല. സ്പ്ലിറ്റ് എഴുതിയാലും കുഴപ്പമില്ല. കാരണം അൺസെക്യൂർഡ് എത്ര വരിക? അൺസെക്യൂർഡ് 40 ലക്ഷം അല്ലേ? 40 ലക്ഷം അല്ലേ അൺസെക്യൂർഡ്? 3, 4, 5. ചോദിച്ചോ? ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ? ഇല്ല. യെസ്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് മോർ ദാൻ 3 ഇയർ, 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 100% എന്നറിയാലോ എല്ലാവർക്കും. ഡൗട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 3 സീറോ കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 90 ലക്ഷമാണ്. ഈ 90 ലക്ഷത്തിൽ 50 ലക്ഷം എന്താ? സെക്യൂർഡാ. ബാക്കി 40 ലക്ഷം. 40 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര സീറോ വരും?
ശരിയല്ലേ? അല്ലേ? ഇതിലൊരു 3 സീറോ കട്ട് ചെയ്താൽ 4000. ശരിയല്ലേ? അപ്പോൾ ഈ 9000-ൽ 4000 എന്താണ്? അൺസെക്യൂർഡാ. 5000 മാത്രമേ സെക്യൂർഡ് ഉള്ളൂ. ക്ലിയർ ആയോ? കത്തിയോ? ക്ലിയർ ആയല്ലോ? അവർക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. 5000 ആണ് സെക്യൂർഡ്, 4000 അൺസെക്യൂർഡ്. ഓക്കെ അല്ലേ? അപ്പോൾ 5000 എന്താണ്? സെക്യൂർഡ് ആണ്. സെക്യൂർഡ് ആണെങ്കിൽ 100%, അപ്പോൾ 5000 വരും. ഇനി അൺസെക്യൂർഡ് എത്രയാണ്? 4000. അതിന് 100% 4000. ക്ലിയർ ആയെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മൈനസ് ചെയ്ത് എടുക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ. ഇനി നോൺ റിക്കവറബിൾ. എന്ത് നോൺ റിക്കവറബിൾ എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം കമ്പനിക്ക് ലോസ് എന്നല്ല അർത്ഥം. അപ്പോൾ ലോസ് ഓഫ് അസറ്റ്. അത് മനസ്സിലായോ? ലോസ് ഓഫ് അസറ്റ് എത്ര പെർസെൻറ്റേജാ? 100%. അപ്പോൾ 15,000 100 15,000 ഇതെല്ലാം കൂടി കൂട്ടുക. ഈ കൂട്ടി കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ടോട്ടൽ എന്തോന്ന്? പ്രൊവിഷൻ. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. എല്ലാവർക്കും ക്ലിയർ ആയ പ്രൊവിഷൻ? ഇതുപോലെ വെറുതെ വരച്ച് ചെയ്താലും മതി. കോളം പോലെ വരച്ചിട്ട് കേട്ടോ. വെറുതെ കോളം വരച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നിരിക്കുന്ന 2 കോളം വരയ്ക്കുക. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ട് പെർസെൻറ്റേജും പ്രൊവിഷനും. അത്രയേ ഉള്ളൂ കേട്ടോ. മക്കളെ ഞാൻ പറഞ്ഞു, ഈ റിബേറ്റോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ് കേട്ടോ. 5 മാർക്കിന് ഒന്നിലെ പ്രൊവിഷൻ ചോദിക്കും, അല്ലെങ്കിൽ റിബേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ റിബേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ പ്രൊവിഷൻ ചോദിക്കും. അത് 5 മാർക്കിന് ഷുവറായിട്ടും വരും. ഓക്കെ അല്ലേ? 10 മാർക്കിന് എസ് എടുക്കാൻ പോണേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയാൻ പോണേ. നമ്മുടെ ബാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ ബാങ്ക്. ഈ ബാങ്കുകാർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ ബാങ്കുകാർ എന്ത് പ്രിപ്പയർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. പക്ഷെ മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല ബാങ്ക് പ്രിപ്പയർ ചെയ്യുക. ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോർമാറ്റ് കാണുന്നുണ്ടോ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതാം, വേണമെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? രണ്ടാമതൊരു ചെറിയ കോളം വരയ്ക്കുക. ഏതാണ് കോളത്തിന്റെ പേര്? ഷെഡ്യൂൾ നമ്പർ. എന്താണ്? പിന്നെ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഏത് വർഷമാണ് തന്നേക്കണത് എടുത്ത് എഴുതുക. തൊട്ടിപ്പുറത്തെ കോളത്തിൽ കഴിഞ്ഞ വർഷം എടുത്ത് എഴുതുക. ഈ കോളത്തിന് അത്ര പ്രസക്തിയില്ല, അതിനൊന്നും നമുക്ക് എഴുതാനില്ല. പക്ഷെ ആ കോളം നിർബന്ധമായിട്ടും വരച്ചിടണം. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം ഏതാ? ഷെഡ്യൂൾ നമ്പർ, തേർഡ് കോളം കറണ്ട് ഇയർ, ഫോർത്ത് കോളം യെസ്. ആദ്യം നമ്മുടെ ബാങ്കിന്റെ ഇൻകം ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ ഹെഡിങ് നിങ്ങൾ ഇൻകം എന്ന് കൊടുത്തിട്ട്, ബാങ്കിന് 2 രീതിയിലാണ് ഇൻകം വരിക. ബാങ്കിന് എത്ര മാർഗത്തിലൂടെ ഇൻകം വരും? ഒന്നാമത്തെ രീതിയാണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും. എപ്പോഴാണ് ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുക? ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ പലിശ കിട്ടും അല്ലേ? ലോൺ മാത്രമല്ല, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ വരിക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് വരും, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് വരും, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് വരും. ഈ പറയുന്ന 5 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. ഏതൊക്കെയാണ് 5 എണ്ണം? യെസ്. ഈ പറയുന്ന 5 എണ്ണം ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് ഏതിലാണ് നിങ്ങൾ എഴുതേണ്ടത്? 13ാമത്തെ ഷെഡ്യൂൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഏൺഡിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം മക്കളെ. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ സാധനം ഫുൾ അങ്ങോട്ട് വരച്ചിടുക, താഴെ വരെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നിട്ട് അടിയിൽ വർക്കിംഗ് നോട്ട് പോലെ 13 ഹെഡിങ് കൊടുക്കുക. സ്കെഡ്യൂൾ 13 പറയും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു 4 ഐറ്റം ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്, അങ്ങനെ എത്ര 4 ഉണ്ടെങ്കിൽ അത് ഇതുപോലെ 4 എഴുതിയിട്ട് എമൗണ്ട് എഴുതുക. കൂട്ടിയിട്ട് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? അങ്ങോട്ട് എന്ത് ചെയ്യാനായിട്ട്? ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞോ. അവനോട് പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധാരണ ഇൻട്രസ്റ്റ് ഏൺഡിൽ ഏതൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊക്കെ ഇൻട്രസ്റ്റ് ഏൺഡിനകത്ത് വരിക? ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, റിബേറ്റ് ഓൺ ഡിസ്കൗണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ എല്ലാം ഉണ്ടാവാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണമുള്ളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതാണ് ഫുൾ ഫോർമാറ്റ്. ഈ പറയുന്ന പേജില്ലേ, ഏത് ഇൻകം ഒന്നും ക്വസ്റ്റ്യൻ പറയില്ല. നമുക്ക് വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരുള്ളൂ. നമ്മൾ അതിന് ഇൻകത്തിനെ വേർതിരിച്ചെടുക്കണം. നമ്മൾ എടുത്ത് എഴുതണം. വേണ്ട കാണാതെ പഠിക്കണം. ഇപ്പൊ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ ഐറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അത് ഇൻട്രസ്റ്റ് ഏതാണ്, ഇൻട്രസ്റ്റ് ഏൺഡിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? 13 വരുന്നതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫുള്ള് വരച്ചിടണം. ഓക്കെ അല്ലേ? എന്നിട്ട് അതിൻ്റെ അടിയിൽ വർക്കിംഗ് നോട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട് പോലെ ഷെഡ്യൂൾ 13 ഹെഡിങ് കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് ഏർണിംഗ് ഹെഡിങ് കൊടുത്തിട്ട് ഇതിൽ എന്തൊക്കെയാണോ ക്വസ്റ്റിൽ വന്നിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഓരോന്നും പെറുക്കി എടുത്ത് എഴുതാം. ഓക്കെ ആണോ? എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടില്ലേ? അല്ല, അതൊക്കെ കറണ്ട് ഇയർ. ഈ എമൗണ്ട് മാത്രം എടുത്ത് എവിടെ എഴുതിയാൽ മതി? ഈ പ്രോഫിറ്റ് ലോസിൽ എഴുതിയാൽ മതി. മനസ്സിലായോ? ആ ടോട്ടൽ കിട്ടിയ എമൗണ്ട് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓരോന്നിൻ്റെ ഉള്ളിൽ കൊടുത്ത് തിരികെ കയറ്റരുത്. അത് തിരികെ കയറ്റാൻ പാടില്ല. അത് വർക്കിംഗ് നോട്ടിൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? എഴുതണം. അതന്നെ. ബാക്കിയുള്ളതൊക്കെ വർക്കിംഗ് നോട്ടിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ 13 സ്കെഡ്യൂൾ എല്ലാവർക്കും ക്ലിയർ ആയോ? 14 അതർ ഇൻകം. അടുത്ത നമ്മുടെ ഇൻകം ആണ് അതർ ഇൻകം. ഇനി ബാങ്കിന് ഈ ഇൻട്രസ്റ്റ് അല്ലാതെ വേറെ മാർഗങ്ങളിലൂടെ ഇൻകം വരാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? 14 14 വരാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. 14 വരാൻ ചാൻസ് ഉള്ളതാണ് ഇൻകം ഫ്രം കമ്മീഷൻ. ഓർത്ത് വെച്ചോട്ടോ. കമ്മീഷൻ ഇൻകം വരും, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്, അങ്ങനെ എന്തെങ്കിലും അസറ്റുകളൊക്കെ വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ്, കമ്മീഷൻ കിട്ടുക. ചിലപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും വരാം, ലോസും വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്ന് ലോസ് കുറച്ചിട്ട് ശരിക്കുള്ള നെറ്റ് പ്രോഫിറ്റ് എഴുതണം കേട്ടോ. ക്ലിയർ ആയോ? ആ, അതർ ഇൻകം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരിക? കമ്മീഷനൊക്കെ എപ്പോഴും വരാറുള്ള സാധനമാണ്. ബാങ്കിന് കിട്ടുന്ന കമ്മീഷൻ, അതുപോലെ അസറ്റില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ലാൻഡോ, ബാങ്കിൻ്റെ പേരിൽ കിടക്കുന്ന ലാൻഡോ ബിൽഡിംഗ് ഒക്കെ വിറ്റിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ഇല്ലേ? മനസ്സിലായോ? അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരുമാനമല്ലേ? ബാങ്കിന് ഇൻകം അല്ലേ ഇതൊക്കെ അല്ലേ? അതൊക്കെ എവിടെ കൊണ്ടുവരേണ്ടത്? അതർ ഇൻകത്തിലാണ് വരേണ്ടത്. ഏതാ സ്കെഡ്യൂൾ നമ്പർ? ആ സ്കെഡ്യൂൾ നമ്പർ ഏതാ? 14. ഓക്കെ അല്ലേ? അപ്പൊ 14 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ആണ് വരിക, അതർ ഇൻകം ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട് വരയ്ക്കണം. 14 ഹെഡിങ് കൊടുക്കുക. സ്കെഡ്യൂൾ നമ്പർ. സോറി, അതായത് ഇപ്പൊ ഒരു ലാൻഡ്, നമുക്ക് 2 ലാൻഡ് ഉണ്ടായിരുന്നു. ഒരു ലാൻഡ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റും ഒരു ലാൻഡ് വിറ്റപ്പോൾ ലോസാണ് വന്നേ. അപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് ലോസ് കുറച്ചിട്ട് ബാക്കിയുള്ള ആക്ച്വൽ പ്രോഫിറ്റ് എടുത്ത് എഴുതിയാൽ മതി ഇൻകം ആയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അതർ ഇൻകം നമ്മൾ സ്കെഡ്യൂൾ നമ്മൾ അടിയിൽ വരയ്ക്കണം വർക്കിംഗ് നോട്ടായിട്ട്. സ്കെഡ്യൂൾ നമ്പർ 14 ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെടുത്ത് എഴുതുന്നു. അതിൽ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നു. ഈ എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇവിടെ എഴുതിയാൽ മതി. ക്ലിയർ ആയോ? കത്തിയോ? അപ്പോൾ 13 ടോട്ടലും 14 ടോട്ടലും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. അത് കിട്ടിയിട്ട് അടിയിൽ 2 വര വരച്ച് ക്ലോസ് ചെയ്തിടുക. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയില്ല? അപ്പോൾ നമ്മുടെ ഇൻകത്തിന് ടോട്ടൽ കിട്ടി കേട്ടോ. ഇൻകത്തിന് ടോട്ടൽ കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായോ? അതിന് ഞാൻ ഷെഡ്യൂൾ നമ്പർ വേണം. ഷെഡ്യൂൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 13, 14, 15, 16 4 ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. ബാക്കി 1 തൊട്ട് 12 വരെ ബാലൻസ് ഷീറ്റിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇൻകം ക്ലിയർ ആയോ? ഇൻകത്തിന് ടോട്ടൽ ഞാൻ ഏന്ന് വെറുതെ കൊടുക്കുകയാണ്, അത് കിടക്കട്ടെ കേട്ടോ. ഇനി എക്സ്പെൻഡിച്ചർ. ഇനി ബാങ്കിന് വരുന്ന എക്സ്പെൻഡിച്ചർ. ബാങ്കിന് എന്തൊക്കെ എക്സ്പെൻസ് വരും? ഒന്നാമത്തെ എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ്. ബാങ്കിന് എപ്പോഴാണ് ഇൻട്രസ്റ്റ് പലിശ എപ്പോഴും എക്സ്പെൻസ് ആവുക? ഇൻട്രസ്റ്റ് പലിശ എപ്പോഴും ബാങ്കിനൊരു ചിലവായി മാറുക?
ഡെപ്പോസിറ്റില് ബാങ്കിൽ മക്കളെ ബാങ്കിൽ പല രീതിയിലുള്ള ഡെപ്പോസിറ്റ് കിടക്കണില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്. ഇതൊക്കെ വെറുതെ ബാങ്കിൽ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാ? അതിന് ബാങ്ക് പലിശ കൊടുക്കുമെന്ന വിശ്വാസത്തിലല്ലേ ആളുകള്, അല്ലേ? അപ്പൊ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റിന് ബാങ്ക് എന്ത് കൊടുക്കണം ആളുകൾക്ക്, പബ്ലിക്കിന്? ഇൻട്രസ്റ്റ്. അത് ബാങ്കിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണോ ഇൻകാണോ? അതാണ് 15 എന്ന് പറയുന്ന സ്കെഡ്യൂള്. അപ്പോൾ 15 ഏതൊക്കെ വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. അത് ഏത് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ വരാം. ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ഡെപ്പോസിറ്റ് ആകാം, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം, ഇൻട്രസ്റ്റ് ഓൺ അങ്ങനെ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കണ്ടാൽ അത് ഏതാ സ്കെഡ്യൂള്? 15 നിങ്ങൾ എടുത്ത് എഴുതണം കേട്ടോ. 15 എടുത്ത് എഴുതണം. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റെക്കറിങ്. കണ്ടോ? ഇതൊക്കെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ അടിയിൽ വർക്കിംഗ് നോട്ട് വരയ്ക്കുക. ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് മാത്രം എടുത്ത് എങ്ങോട്ട് എഴുതുക? യെസ്, നമ്മുടെ ഈ ഒരു എക്സ്പെൻഡിച്ചറിനകത്ത് എഴുതുക. ക്ലിയർ ആയോ? കത്തിയോ? അടുത്ത എക്സ്പെൻഡിച്ചർ ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. മക്കൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒരു ബാങ്ക് നടത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചിലവുകളുണ്ട് മക്കളെ? ഈ പറയുന്ന ഇൻട്രസ്റ്റിന് പുറമെ ബാങ്കിന് കുറേ ചിലവുകളില്ലേ വേറെ? ഇല്ലേ? എന്തൊക്കെ വരാം? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെ വരാം ബാങ്കിന് ഉണ്ടാവുന്ന ചിലവുകൾ? വാടക, റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, ടെലിഫോൺ ബില്ല്, പ്രിന്റിങ്, സാലറി, അഡ്വർടൈസ്മെന്റ്, അല്ലേ? കുറേ സാധനങ്ങൾ ഉണ്ടല്ലേ, ഡയറക്ടേഴ്സ് ഫീസ്. അതായത് ഈ ഇൻട്രസ്റ്റ് അല്ലാതെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുന്ന എല്ലാ എക്സ്പെൻസും പെറുക്കിയെടുത്ത് എവിടെ എഴുതണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എഴുതണം. ക്ലിയർ ആയോ? അത് ടോട്ടൽ ചെയ്യുന്നു, അവിടെ ഒരു എമൗണ്ട് കിട്ടുന്നു. ആ എമൗണ്ട് എങ്ങോട്ട് എടുത്ത് എഴുതുന്നു? ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. 15ഉം 16ഉം ക്ലിയർ ആയോ? അടുത്ത എക്സ്പെൻഡിച്ചറിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് മക്കളെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസി. പക്ഷേ അതിനെന്തില്ല? സ്കെഡ്യൂൾ നമ്പർ ഇല്ല. ഈ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസിൽ ആകെ 2 ഐറ്റംസ് ആണ് കാണിക്കുക. ഏതൊക്കെ 2 ഐറ്റം? ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞോ പ്രൊവിഷൻ എന്ന് പറഞ്ഞോ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നാൽ അത് നിങ്ങൾ എവിടെ കൊണ്ട് എഴുതണം? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ കൂട്ടിയിട്ട് എടുത്ത് എഴുതണം. ക്ലിയർ ആയെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. എന്നിട്ട് ഈ എക്സ്പെൻസുകൾ വേണ്ട. ഇപ്പൊ 2 ഐറ്റം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അടിയിൽ എഴുതിക്കോ, നമ്പർ ഒന്നും വരണ്ടാന്നുള്ളൂ കേട്ടോ. എന്താ? എഴുതണം. ഇപ്പൊ 2 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതാൻ ബുദ്ധിമുട്ടായത് അടിയിൽ വെറുതെ എഴുതിക്കോ. ഷെഡ്യൂൾ നമ്പർ ഒന്നും കൊടുക്കണ്ട, വെറുതെ ബാഡ് ഡെപ്റ്റ് ഇത്ര, പ്രൊവിഷൻ ഇത്ര എന്ന് എഴുതിയാലും മതി കേട്ടോ. വർക്കിംഗ് നോട്ട് പോലെ വെറുതെ എഴുതി വെച്ചേക്ക്, നമ്പർ ഒന്നും ഇടരുത് കേട്ടോ. ഓക്കെ. ഇത് 3ഉം കൂടി കൂട്ടിയിട്ട് ഒരു എമൗണ്ട് കിട്ടില്ലേ, അത് വരച്ചിട്ട് ടോട്ടൽ എന്ന് പറയുക. അതിന് നിങ്ങൾ ബി എന്ന് കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇത് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ കറണ്ട് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണാമെന്നറിയോ? A - B ചെയ്താൽ മതി. മനസ്സിലായോ? കത്തിയോ? അതായത് നമ്മുടെ ഇൻകത്തിന്റെ ടോട്ടലിൽ നിന്ന് ഈ എക്സ്പെൻസിന്റെ ടോട്ടൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഇനി കഴിഞ്ഞ വർഷത്തെ വല്ല പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇയർ തന്നിട്ട് പറയും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഇത്രയാണെന്ന് പറഞ്ഞാൽ അതുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് തൊട്ട് താഴെ എഴുതുക. കണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ബ്രോട്ട് ഫോർവേഡ്. അവിടെ നിന്ന് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക, ബ്രോട്ട് ഫോർവേഡ്. അതുണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. അതില്ലെങ്കിൽ ഡാഷ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ ആണോ? അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണാൻ മനസ്സിലായോ? A - B പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിച്ചതിന് തൊട്ട് താഴെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ, ഈ വർഷത്തെ പ്രോഫിറ്റ് കാണണമെങ്കിൽ എയിൽ നിന്ന് ബി കുറച്ചാൽ മതി. അതായത് ഇൻകത്തിൻ്റെ ടോട്ടലിലെ ഇൻകത്തിൻ്റെ ടോട്ടൽ, ആ ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്ന് എക്സ്പെൻസിൻ്റെ ടോട്ടൽ കുറച്ച് നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആയോ? ഇനി കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് വന്നിട്ട് നമുക്ക് തരികയാണെങ്കിൽ അതുണ്ടെങ്കിൽ അതും കൂടി എഴുതുക. അതില്ലെങ്കിൽ അവിടെ ഡാഷ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ 2 കൂടി കൂട്ടുക. അത് വേണം നമ്മൾ ടോട്ടൽ എഴുതാൻ. ക്ലിയർ ആണോ? ഈ 2 പ്രോഫിറ്റ്, ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ എഴുതുക. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഇല്ലെങ്കിലോ ടോട്ടൽ എത്രയായിരിക്കും? ഈ വർഷത്തെ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കത്തിയെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അതുവരെ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അടുത്ത ഹെഡിങ് ആണ് അപ്രോപ്രിയേഷൻസ്. അപ്രോപ്രിയേഷൻസിൽ നിങ്ങൾ നമ്മുടെ എല്ലാ ബാങ്കിങ് കമ്പനികളും ആ വർഷത്തെ ലാഭത്തിൻ്റെ
25% എങ്ങോട്ട് മാറ്റിവെക്കണം? റിസർവിൽ. റിസർവിലോട്ട് മാറ്റിവെക്കണം. ഏത് റിസർവിലോട്ട്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ട്, അതിലോട്ട് മാറ്റിവെക്കുന്ന നിർബന്ധമാണ്. ഏത് വർഷത്തെ പ്രോഫിറ്റിൻ്റെയാണ്? കറണ്ട് ഇയർ പ്രോഫിറ്റിന്റെ മാത്രം. കഴിഞ്ഞ അതായത് A-B ചെയ്ത് കിട്ടിയ ആൻസർ ഇല്ലേ മക്കളെ? ഇല്ലേ? ആ പ്രോഫിറ്റിന്റെ എത്ര ശതമാനം മാറ്റിവെക്കണം? അത് കാണാതെ പഠിക്കണം. 25. അത് ക്വസ്റ്റിൽ തരില്ല കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റിവെക്കണം. ഇനി വേറെ വല്ല റിസർവിലോട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതണം. അത് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. വേറെ വല്ല റിസർവിലോട്ട് ഇത്ര ശതമാനം മാറ്റി വെക്കണം എന്ന് ക്വസ്റ്റിൽ പറഞ്ഞാൽ അതും കൂടി എടുത്ത് എഴുതണം. ഓക്കെ ആണോ? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ 25% മാറ്റി വെക്കണം, നിർബന്ധമാണ് അത്. ബാക്കിയുള്ള റിസർവ് ക്വസ്റ്റിൽ തന്നാൽ മാത്രം ഇത്ര മാറ്റി വയ്ക്കണം, ഇന്ന റിസർവിലോട്ട് ഇത്ര ശതമാനം മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞാൽ മാത്രം അത് റിസർവ് എഴുതിയാൽ മതി. ഓക്കെ ആണോ? കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഓക്കെ ആണോ? റിസർവിലേക്ക് മാറ്റി വയ്ക്കണം. അതന്നെ. ഇനി അതർ റിസർവിലോട്ട് ഇത്ര ശതമാനം മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞാൽ അതും A-B ചെയ്ത എമൗണ്ടിന്റെ വേണം ചെയ്യാനായിട്ട്. പെർസെന്റേജ് തരും. ഇനി ഡിവിഡൻഡ് ക്വസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം ആ ഡിവിഡൻഡ് കൂടി എഴുതുക. അതായത് ഇത്ര എമൗണ്ട് ഡിവിഡൻഡ് ആണെന്ന് ക്വസ്റ്റിൽ പറയും. പ്രപ്പോസ് ഡിവിഡൻഡ് ഇത്രയാണെന്ന് ക്വസ്റ്റിൽ പറയും. അങ്ങനെ ഡിവിഡൻഡ് കൂടി ഇവിടെ എഴുതണം. ഓക്കെ ആണോ? 25 അത് എമൗണ്ട് ഡയറക്ട്ലി നമുക്ക് തരും. അത് വെറുതെ എടുത്ത് എഴുതിയാൽ മതി ഡിവിഡൻഡ് കേട്ടോ. ക്ലിയർ ആയോ? എത്ര പേര് ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടെ കിട്ടിയ ടോട്ടൽ ഇല്ലേ മക്കളെ? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും കൂട്ടി കിട്ടിയ എമൗണ്ട് ഇല്ലേ ടോട്ടല്? ഈ ടോട്ടൽ തന്നെയായിരിക്കും ഇവിടുത്തെ ടോട്ടലും. ഓക്കെ ആണോ? അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു 25,000 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എടുത്ത് എന്ത് ചെയ്യണം? ഇവിടെയും 25 എഴുതണം. ഓക്കെ ആണോ? സെയിം ആയിരിക്കും. എന്നിട്ട് ബാലൻസ് ചെയ്യണം. ഇവിടുത്തെ ഈ എമൗണ്ടിൽ ഇപ്പം നിങ്ങൾ എഴുതിയ എമൗണ്ടുകൾ, റിസർവിലേക്ക് പോയ എമൗണ്ട്, വേറെ റിസർവ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോയത്, ഡിവിഡൻഡിലോട്ട് പോയ എമൗണ്ട് ഇല്ലേ, ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് ഈ 25 എന്ത് ചെയ്യുക? ഇത് കുറച്ചിട്ട് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആണ് നിങ്ങൾ ബാലൻസ് ക്യാരി ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതാൻ. ഇത് നമ്മൾ ബാലൻസ് ചെയ്യില്ല സാധാരണ, അതെടുത്ത് എഴുതാൻ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് കിട്ടിയ എമൗണ്ട് ഇല്ലേ, ഈ എമൗണ്ട് വേണം എവിടെ കൊണ്ട് എഴുതാൻ? അപ്രോപ്രിയേഷൻ്റെ ടോട്ടലിൽ കൊണ്ട് എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ? എന്നിട്ട് ആ 25,000 എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കണ്ടുപിടിച്ച റിസർവുകളും ഈ ഡിവിഡൻഡിലേക്ക് പോയ എമൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് കുറയ്ക്കുക. 25,000 ഈ എമൗണ്ട് എന്ത് ചെയ്യുക? ഈ 3 എമൗണ്ട് കൂടി കുറച്ച് കിട്ടുന്ന എമൗണ്ട് വേണം നിങ്ങൾ ഇവിടെ എഴുതാനായിട്ട്. ക്ലിയർ ആയോ? ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതാൻ. കത്തിയോ? ക്ലിയർ ആണല്ലോ അല്ലേ? പ്രോബ്ലം ചെയ്താൽ കുറച്ചൊരു ക്ലിയർ ആവും. പ്രോബ്ലം പറയട്ടെ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കി. പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സദേൺ ബാങ്ക് ലിമിറ്റഡ്. കണ്ടോ, ബാങ്ക് എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണത് ഏത് ചാപ്റ്ററാ? ബാങ്കിങ് കമ്പനിയാണ് മനസ്സിലാക്കുക. കാരണം ഇൻഷുറൻസ് വേറെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് കേട്ടോ, രണ്ടും കൂടി മിക്സ് ആവരുത്. അപ്പം ബാങ്ക് എന്ന് കണ്ടാൽ മനസ്സിലാക്കാതെ ബാങ്കിങ് കമ്പനിയാണ്. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഏത് സ്കെഡ്യൂളാ? 13 ആണോ അതോ 15 ആണോ? ഡെപ്പോസിറ്റിന് കൊടുക്കേണ്ട പലിശയല്ലേ. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ചത് ഈ എക്സ്പെൻസ് ആണ്, ഇൻകം ആണോ? അപ്പൊ ഏതാ? 15 അല്ലേ? കമ്മീഷൻ ഇൻകം ആണ്. CR എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റിസീവ്ഡ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഇൻകം ആണ്. അപ്പൊ ഏത് ഇൻകം വരിക? കമ്മീഷൻ ഏതിലെ വരിക? സ്കെഡ്യൂള് 14. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ 13 ആണ് അല്ലെ? ഇൻകം ആണ്. സൺട്രി ചാർജസ് എന്ന് പറഞ്ഞാൽ 16 എക്സ്പെൻസ് ആണ്. റെന്റ് 16, എസ്റ്റാബ്ലിഷ്മെന്റ് 16, ബിൽസ് ഡിസ്കൗണ്ട് ആണ്. ബിൽസ് ഡിസ്കൗണ്ട് ഏതാ? 13. വെരി ഗുഡ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്
ഓഡിറ്റേഴ്സ് ഫീസ് 16, ഡയറക്ടേഴ്സ് ഫീസ് 16. ബാഡ് ഡെപ്റ്റ് എവിടെ വരിക? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്. യെസ്, ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളത് ഏതൊക്കെ സ്കെഡ്യൂളിൽ വരും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ പ്രോബ്ലം ചെയ്തിട്ട് കാര്യമില്ല. ഇതുപോലെ എഴുതി വെച്ചാൽ മതി ക്വസ്റ്റ്യൻ പേപ്പറിൽ പെൻസിലുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചിടുക. അറിയാലോ വരച്ചിടാൻ? അറിയാലോ, എല്ലാവർക്കും അറിയാലോ വരച്ചിടാൻ? അറിയാലോ? 13 ഇങ്ങനെ വരച്ചില്ല, ഫുള്ള് വരച്ചില്ല. ഓക്കെ അല്ലേ? ഇത് ഇവിടെ 13 ഹെഡിങ് കൊടുക്കുക. സ്കെഡ്യൂൾ 13. അതിൽ ഏതൊക്കെ വരും ഐറ്റംസ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 13 ഏതൊക്കെ വരണേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും. പിന്നെ യെസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം മക്കളെ, ഇത് വലിയ ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിൻ്റെ എത്ര സീറോ കട്ട് ചെയ്തോ? 3 0. അപ്പോൾ നിങ്ങൾ ഹെഡിങ്ങിൽ എഴുതണം. ഹെഡിങ്ങിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? 3 zeros ഒമിറ്റഡ്. അപ്പോൾ കാൽക്കുലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പറഞ്ഞ കാൽക്കുലേറ്റ് എടുത്തോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാ? 2490 കൂട്ടി 3 0 കുറച്ചിട്ട് 2490 പ്ലസ് ബിൽസ് ഡിസ്കൗണ്ട് 1490 പ്ലസ് 1600 പ്ലസ് 2320 എത്രയാ? എത്രയാ കിട്ടുന്നേ? 7,900 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയോ? സത്യോ? നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓരോ ഐറ്റംസ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഉള്ളിൽ തന്നെ എഴുതിയാൽ മതി. ടോട്ടൽ ചെയ്യുക. അപ്പോൾ 7,900 കിട്ടും. ഈ 7,900 കിട്ടി നമ്മൾ എവിടെ കൊണ്ടെഴുതണം? ക്ലിയർ ആയോ? അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്നു. അത് വർക്കിംഗ് നോട്ടിൽ എഴുതി കൂട്ടുന്നു. ആ കൂട്ടിയ എമൗണ്ട് ഇവിടെ കൊണ്ട് എഴുതുന്നു. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അടുത്ത അതർ ഇൻകം. അതർ ഇൻകത്തിൽ ആകെ ഒരു ഒറ്റ ഐറ്റം ഉള്ളു, കമ്മീഷൻ മാത്രം. എത്രയത്? 100 വരും. 3 0 കട്ട് ചെയ്തിട്ട് 100 മാത്രം. അപ്പൊ നിങ്ങൾ അതും വർക്കിംഗ് നോട്ട് വരയ്ക്കണം. ഒരു ഐറ്റം ആണെങ്കിൽ വർക്കിംഗ് നോട്ട് വരയ്ക്കണം കേട്ടോ. അതർ ഇൻകം 14 കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു, എമൗണ്ട് എഴുതുന്നു, ടോട്ടൽ ചെയ്യുന്നു. ഈ ടോട്ടൽ എടുത്ത് എവിടെ കൊണ്ട് എഴുതുന്നു? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് എഴുതുന്നു. അത് ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുന്നു കൊടുക്കുന്നു. അപ്പോൾ 7,900 പ്ലസ് 100 എത്ര വരും? 8,000. യെസ്. അടുത്ത എക്സ്പെൻഡിച്ചർ. വേണം. ആ ഒരു ഐറ്റം എഴുതി കൂട്ടിയാൽ മതി കേട്ടോ. അടുത്ത എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിൽ ഫസ്റ്റ് ഏതാ? ഇൻട്രസ്റ്റ് എക്സ്പെൻഡ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൽ ഏതാ വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അല്ലേ വരിക? അല്ലേ? ഡെപ്പോസിറ്റിന് ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആ ഒരു ഐറ്റം അല്ലേ ഉള്ളൂ. അപ്പം അതിൽ 3 0 കട്ട് ചെയ്താൽ 3,200. ശരിയല്ലേ? ആ 3,200 എടുത്ത് ചെയ്താൽ വർക്കിംഗ് നോട്ട് എഴുതണം കേട്ടോ. അടിയിൽ വർക്കിംഗ് നോട്ട് എഴുതണേ. നിങ്ങൾ 15 ഹെഡിങ് കൊടുത്തിട്ട് 3,200 എഴുതുക. ടോട്ടൽ ചെയ്യുക. അത് ഇങ്ങോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അടുത്ത ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഏതൊക്കെ വരിക? സൺട്രി ചാർജസ്, റെന്റ് ആൻഡ് ടാക്സസ്, എസ്റ്റാബ്ലിഷ്മെന്റ്, ഓഡിറ്റ് ഫീസ്, ഇതെല്ലാം കൂടി കൂട്ടുക. അപ്പോൾ 16 കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടാവും. ആ കിട്ടിയ എമൗണ്ടുകളൊക്കെ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ 3 0 കട്ട് ചെയ്ത് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്ത് കിട്ടും? യെസ്, 851 കിട്ടും കേട്ടോ. ഈ 851 നമ്മൾ എന്ത് ചെയ്യുക? 851 നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് നമ്മൾ എഴുതണം. ക്ലിയർ ആയോ? കത്തിയോ? യെസ്. അടുത്ത ഏതാ ഷെഡ്യൂൾ ഇല്ലാത്തത്? പ്രൊവിഷൻസ് ആൻഡ് കണ്ടി. അതിൽ ബാഡ് ഡെപ്റ്റ് അല്ലേ എഴുതുക? അതിന് 3 0 കട്ട് ചെയ്യണ്ടേ? അപ്പം എത്ര വരും? 300. എത്ര വരും? 300. ഓക്കെ അല്ലേ? അപ്പം 3,200ഉം 851ഉം 300 കൂടി 3 കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് 4,351 വരും. അതിന് ബി എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹെഡിങ് കൊടുത്തിട്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? A - B. അതായത് ഇൻകത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള 8,000 നിന്ന്
ബി എ എക്സ്പെൻസ് 4351 കുറയ്ക്കുക. അപ്പോൾ 8000 4351 കുറച്ച് എത്ര കിട്ടും? യെസ്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? അപ്പോൾ ഡാഷ് ഇടുക. ടോട്ടൽ 3649. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ തന്നെ നിങ്ങൾ അപ്രോപ്രിയേഷന്റെ ടോട്ടലും കൊണ്ട് എന്ത് ചെയ്തിക്കോ, ഈ എമൗണ്ട് എടുത്ത് എഴുതിക്കോ. ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എത്ര പെർസെന്റേജാ? അത് ക്വസ്റ്റിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും കൊടുക്കണം. ഏതിന്റെ? ഈ നെറ്റ് പ്രോഫിറ്റിന്റെ. കാണണം. യെസ്. അപ്പൊ 36 49 25% എത്രയും നോക്കി? 912.25. ഓക്കെ അല്ലേ? അതർ റിസർവ് ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റിൽ. അപ്പോൾ അത് എഴുതണ്ട. ഡിവിഡൻഡ് പറഞ്ഞിട്ടില്ല, അതൊന്നും എഴുതണ്ട. അപ്പോൾ നമ്മളിനി ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്ന ബാലൻസ് എങ്ങനെ കാണാം? ഈ 3649 912.25 കുറച്ചേ. ഇന്ന് കുറച്ചാൽ പോരെ ബാലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ. 3649 2736.75. അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്ന എമൗണ്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവർക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലിയർ ആയോ? സെറ്റ് ആയോ? 10 മാർക്കിന് ചിലപ്പോൾ ഇത് മാത്രം വരും, അല്ലെങ്കിൽ ഇതും ബാലൻസ് ഷീറ്റ് കൂടെ വരും. ഇതും ബാലൻസ് ഷീറ്റ് വരികയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഓരോ ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഓരോന്നിലും കേട്ടോ. ഇത് മാത്രമായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്ലിയർ ആയി. എല്ലാവരും അടിപൊളിയായിട്ട് സ്കെഡ്യൂൾ പഠിക്കണം. ഓരോ ഐറ്റംസ് എവിടെ വരുന്ന വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത ഡേ നമുക്ക് ബാലൻസ് ഷീറ്റ് കൂടി എടുത്തിട്ട് നമുക്ക് ചാപ്റ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അടുത്തിട്ടേക്കാം കേട്ടോ. ഇട്ടേക്കാം.